സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം വീടിന് പിൻഭാഗത്ത് കുഴിച്ചുമൂടിയ സംഭവത്തിൽ സഹോദരൻ പിടിയിലായിരിക്കുകയാണ്. ആലപ്പുഴ പൂങ്കാവ് വടക്കൻപറമ്പിൽ റോസമ്മ എന്ന 60 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ സഹോദരൻ പിടിയിലാകുന്നത്. കഴിഞ്ഞ 17-ാം തീയതി മുതലാണ് റോസമ്മയെ കാണാതായതുള്ള വിവരം ലഭിക്കുന്നത്. തുടർന്ന് 18-ാം തീയതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് റോസമ്മയെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം പുറത്തു വരുന്നത്. റോസമ്മ ഹോം നേഴ്സായി പലയിടങ്ങളിലും ജോലി ചെയ്യുന്നതിന് പോകുന്നൊരു വീട്ടമ്മയാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയതായിരിക്കാമെന്നൊരു നിഗമനമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. ഈ ബെന്നിക്കും സഹോദരൻ ബെന്നിക്കും ഒപ്പമാണ് റോസമ്മ കഴിഞ്ഞിരുന്നത്. 60 വയസ്സുകാരിയായ റോസമ്മയെ രാത്രിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് കൊലപ്പെടുത്തി വീടിന് പിൻഭാഗത്ത് കുഴിയെടുത്ത് കുഴിച്ച് മൂടുകയായിരുന്നു. ഈ വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായതിനെ തുടർന്ന് ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇയാൾ രാത്രിയിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കൊലപ്പെടുത്തിയതിന് ശേഷം വീടിന് പിൻഭാഗത്തുള്ള സ്ഥലത്ത് അവിടെ കുഴിയെടുത്തതിന് ശേഷം അവിടെ കുഴിച്ച് മൂടുകയായിരുന്നു. ഇഷ്ടിക കൊണ്ട് ഈ മൃതദേഹത്തിന് മുകളിൽ ഇഷ്ടിക കെട്ടുകയും അവിടെ മൂടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇയാളൊരു മേസ്ത്രി പണിക്കാരനാണ്. ഇയാളുടെ വീടിൻ്റെ സമീപത്ത് തന്നെ സിമൻ്റൊക്കെ കൊണ്ടുവച്ച് വീടിൻ്റെ മുൻഭാഗം ഇളക്കി മാറ്റി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ ഈ മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ അലക്ക് കല്ല് പോലെയുള്ള വസ്തുക്കൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം ഈ റോസമ്മയെ കാണാതായതിനു ശേഷം റോസമ്മയ്ക്ക് എന്തു സംഭവിച്ചു എന്ന കാര്യം ആർക്കും വ്യക്തമായിരുന്നില്ല. പോലീസും റോസമ്മയെ പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ താൻ പിടിയിലാകുമെന്നൊരു സൂചന ലഭിച്ചതിനാലാണ് അദ്ദേഹം സമീപവാസിയായ ബന്ധുവിനോട് ഈ കാര്യം പറയുകയാണ്. തനിക്കൊരു കയ്യബദ്ധം പറ്റിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോസമ്മയെ ഞാൻ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്ന് പറയുകയായിരുന്നു. ഇത് പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ റോസമ്മയെ കൊലപ്പെടുത്തിയതായും വീടിനോട് സമീപത്തുള്ള പുരയിടത്തിൽ തന്നെ കുഴിച്ചു മൂടി എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നത്. പിന്നീട് പോലീസ് ബെന്നിയുമായി വീട്ടിലെത്തുകയായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ബെന്നിയുടെ ഭാഗത്തു നിന്നും പോലീസ് കാര്യങ്ങൾ മനസ്സിലാക്കി ബെന്നി പറഞ്ഞ സ്ഥലം തന്നെ കുഴിക്കുകയായിരുന്നു. അങ്ങനെയാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കമാണുള്ളത്. പോലീസും റവന്യൂ വിഭാഗവും ഫോറൻസിക് വിഭാഗവും ഒക്കെ പരിശോധന നടത്തിയതിനു ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. 100 കണക്കിന് നാട്ടുകാർ ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് നടന്നത്. അത്ര തങ്ങൾക്ക് പരിചിതരായ തങ്ങളോട് സൗമ്യമായി പെരുമാറിയിരുന്ന ഒരു കുടുംബത്തിനാണ് ഇത്തരത്തിലൊരു സംഭവം, ഒരു സഹോദരിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവർ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നുള്ളത് വ്യക്തമായി പോലീസിനോട് ഈ ബെന്നി വ്യക്തമാക്കിയിട്ടില്ല. 3 കാര്യങ്ങളാണ് പോലീസ് ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ഒന്ന്, ഇവർ തമ്മിൽ കുടുംബ പ്രശ്നം നിരന്തരമായി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ പ്രായമായ 60 വയസ്സുകാരിയായ റോസമ്മ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നു. അതിനായി ഒരു വിവാഹ ദല്ലാളുമായി സംസാരിച്ചതിന് ശേഷം മെയ് മാസം വിവാഹം നടത്തുവാൻ തീരുമാനമായിരുന്നു. അതിന് ബന്ധുക്കളും ബെന്നി അടക്കമുള്ള ആളുകൾ എതിർക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം പറയുന്നത്, ഈ റോസമ്മയുടെ സ്വർണം ബെന്നി പണയം വെച്ചതായും അതേ ചൊല്ലിയുണ്ടായ തർക്കം പണയം തിരിച്ചെടുക്കുന്നത് ചൊല്ലിയുണ്ടായ ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന ഒരു നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ബെന്നിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് പുറത്തുവിടുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, എന്ത് ആയുധം ഉപയോഗിച്ചാണ് കൊല നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നാളെ മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഇപ്പോൾ റോസമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.